എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മനുഷ്യ ജീവിതത്തിൽ ബന്ധങ്ങൾക്കുള്ള പ്രാധാന്യം എത്ര വലുതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് പങ്കാളിയോടൊപ്പമുള്ള പ്രണയബന്ധമാവട്ടെ, സുഹൃത്തുക്കളോടൊപ്പമുള്ള സൗഹൃദമാവട്ടെ, അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോടൊപ്പമുള്ള സ്നേഹബന്ധമാവട്ടെ, ഈ ബന്ധങ്ങളാണ് നമ്മുടെ ജീവിതത്തെ മനോഹരവും അർത്ഥപൂർണവുമാക്കുന്നത്. എന്നാൽ കാലം പോകുമ്പോൾ പല നല്ല ബന്ധങ്ങളിലും വിള്ളലുകൾ ഉണ്ടാവാം. ആരോഗ്യകരമായ സന്തോഷമുള്ള ബന്ധങ്ങൾ എങ്ങനെ നിലനിർത്താം? അതിനുള്ള ചില പ്രധാന വഴികളാണ് നാം ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഒരു കെട്ടിടത്തിന്റെ അടിത്തറ പോലെയാണ് ബന്ധങ്ങളിലെ ആശയവിനിമയം. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും ആവശ്യങ്ങളും മറയില്ലാതെ തുറന്ന് സംസാരിക്കുക. അതോടൊപ്പം മറ്റേ വ്യക്തി പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കാനും ശ്രമിക്കുക. സംസാരിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് കേൾക്കുന്നത്. കേൾവിക്കാരൻ എന്ന നിലയിൽ നിങ്ങൾ അവരുടെ വാക്കുകൾക്ക് മാത്രമല്ല, വാക്കുകൾക്കിടയിലെ മൗനവും ശരീരഭാഷയും ശ്രദ്ധിക്കണം. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കി എനിക്ക് തോന്നുന്നത് ഐ ഫീൽ എന്ന രീതിയിൽ നിങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുക. നീ എപ്പോഴും ഇങ്ങനെയാണ് എന്ന് പറയുന്നതിന് പകരം നീ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് വിഷമം തോന്നിയെന്ന് പറയുക. ഇത് ദേഷ്യം കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ ശരിയായ സമയം കണ്ടെത്തുക. തിരക്കിനിടയിലോ ദേഷ്യത്തിലോ സംസാരിക്കുന്നത് ഒഴിവാക്കുന്നത് ബന്ധം മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. വിശ്വാസം ഒരു ബന്ധത്തിന്റെ ജീവനാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പ്രവൃത്തിയിലൂടെ തെളിയിക്കുമ്പോഴാണ് വിശ്വാസം വളരുന്നത്. കൊടുത്ത വാക്കു പാലിക്കുക, സത്യസന്ധത പുലർത്തുക. ഒരു ബന്ധത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു പിടിക്കാൻ വളരെയധികം പ്രയാസമാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് ബഹുമാനവും. മറ്റേ വ്യക്തിയുടെ അഭിപ്രായങ്ങളെ, വ്യക്തിപരമായ ഇടത്തെ, സ്വപ്നങ്ങളെ, കൂടാതെ അവരുടെ പോരായ്മകളെ പോലും ബഹുമാനത്തോടെ അംഗീകരിക്കുക. നിങ്ങൾ ഒരു വ്യക്തിയെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അവരുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുന്നതിന് പകരം നിങ്ങൾ അവരെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. ഒരു വ്യക്തി എന്ന നിലയിൽ മറ്റേയാൾക്ക് സ്വന്തമായ വ്യക്തിത്വമുണ്ടെന്നും അവർ നിങ്ങളിൽ നിന്നും വ്യത്യസ്തരാണെന്നും മനസ്സിലാക്കണം. തിരക്കിട്ട ജീവിതത്തിൽ ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ കണ്ടെത്തണം. അത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാകാം, ഒരു സിനിമ കാണുന്നതാകാം, അല്ലെങ്കിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതാകാം. അളവിലല്ല, ഒരു സമയത്തിന്റെ ഗുണമേന്മയിലാണ് കാര്യം. ഒരുമിച്ചിരിക്കുമ്പോൾ മൊബൈൽ ഫോണുകളും മറ്റ് ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങളും ഒഴിവാക്കി പരസ്പരം കേൾക്കാനും സ്നേഹിക്കാനും തയ്യാറാകണം. ഒരു ബന്ധം എന്നത് കൊടുക്കൽ വാങ്ങലിലൂടെ കടന്നു പോകുന്നതാണ്. എപ്പോഴും നിങ്ങളുടെ താല്പര്യങ്ങൾ മാത്രം നടപ്പാക്കാൻ ശ്രമിക്കരുത്. ചില സമയങ്ങളിൽ മറ്റേ വ്യക്തിക്ക് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. ഇരുവരുടെയും ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുന്ന ഒരു വഴി കണ്ടെത്താൻ ശ്രമിക്കുക. വിട്ടുവീഴ്ച ദൗർബല്യമല്ല, ബന്ധത്തോടുള്ള നിങ്ങളുടെ പ്രതിബദ്ധതയുടെ ലക്ഷണമാണെന്ന് സ്വയം മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക. നല്ല സമയത്തും മോശ സമയത്തും താങ്ങും തണലുമായിരിക്കുക എന്നതാണ് ആരോഗ്യകരമായ ബന്ധത്തിന്റെ മറ്റൊരു ലക്ഷണം. അവരുടെ സ്വപ്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അവർ വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്നതിനോട് ലഭിക്കുന്ന ശക്തിയും വലുതാണ്. അതുപോലെ പ്രധാനമാണ് അംഗീകാരം, അപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ചെറിയ കാര്യങ്ങൾക്ക് പോലും അഭിനന്ദിക്കുകയും നന്ദി പറയുകയും ചെയ്യുക. താങ്ക് യു അല്ലെങ്കിൽ സോറി, നിന്നെ ഓർത്ത് അഭിമാനിക്കുന്നു എന്നീ വാക്കുകൾ ബന്ധങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകും. ബന്ധങ്ങളെ ഒരു ശീലമായി കാണാതെ അതിനെ വിലമതിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യുക. ആരോഗ്യകരമായ ബന്ധങ്ങൾ തനിയെ ഉണ്ടാകുന്നവയല്ല, അവ ശ്രദ്ധയോടെ പരിപാലിക്കപ്പെടേണ്ട പൂന്തോട്ടങ്ങൾ പോലെയാണ്. ഇന്നു മുതൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി തുറന്നു സംസാരിക്കുക, അവരെ ബഹുമാനിക്കുക, സ്നേഹത്തോടെ പിന്തുണ നൽകുക. അപ്പോൾ നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളും മനോഹരമായി തന്നെ നിലനിൽക്കും.